ഹായ് ഹലോ ക്ലറിക്കൽ എബിലിറ്റിയുടെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചെയ്തു അല്ലേ? സെക്കൻഡ് പാർട്ട് വീഡിയോയിലും കുറേ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ക്ലറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ക്ലറിക്കൽ ലെവലിലുള്ള ചോദ്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക് പോകാം. കമാൺ. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ് മക്കളെ. എ ബി എന്ന രണ്ട് ക്ലാസ് മുറികളുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് 10 കുട്ടികളെ മാറ്റിയാൽ രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം തുല്യമാകും. ബിയിൽ നിന്ന് എയിലേക്ക് 10 കുട്ടികളെ മാറ്റിയാൽ എയിലെ കുട്ടികളുടെ എണ്ണം ബിയിലെ കുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയാകും. എന്നാൽ രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം എത്ര? ഇതാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴേ ഏറ്റവും നല്ലത് നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതാ. ഒത്തിരി ബുദ്ധിയൊക്കെ ഉപയോഗിക്കാൻ പോയാൽ ആ കുളമാകും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ഇവർ പറഞ്ഞ കണ്ടീഷൻ ശരിയാകുന്നുണ്ടോ ചെക്ക് ചെയ്താൽ പ്രശ്നം തീരും. ഓക്കെ, ആദ്യം പറഞ്ഞേക്കുന്നത് രണ്ട് ക്ലാസ്സുകൾ ഏതൊക്കെയാ? ഒന്ന് എയും ഒന്ന് ബിയും ആണല്ലോ. അതെ, ഒന്ന് എയും ഒന്ന് ബിയും. എ എന്ന ക്ലാസ്സും ഉണ്ട്, ബി എന്ന ക്ലാസ്സും ഉണ്ട്. നമുക്ക് ഓപ്ഷൻ എ അങ്ങ് ചെക്ക് ചെയ്യാം ആദ്യം, അല്ലേ? അപ്പൊ എയിൽ 70 ആളുകളുണ്ടെന്നും ബിയിൽ 50 ആളുകളുണ്ടെന്നും പറഞ്ഞേക്കുന്നത്. ഇവരാദ്യം പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്താ? എയിൽ നിന്ന് ബിയിലേക്ക് 10 കുട്ടികളെ മാറ്റിയാൽ രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം തുല്യമാകും. നമുക്ക് ചെക്ക് ചെയ്യാം. എയിൽ നിന്ന് ബിയിലേക്ക് 10 കുട്ടികളെ മാറ്റിയാൽ എന്ത് സംഭവിക്കും? എയിൽ 60 ആകും, ബിയിലും 60 ആകും. അപ്പം രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം തുല്യമാകും. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ ആയി. ശരി, രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. എ ഉണ്ട്, ബി ഉണ്ട്. എയിൽ 70 പേര്, ബിയിൽ 50 പേരുണ്ട്. രണ്ടാമത് പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്താ മക്കളെ? രണ്ടാമത് പറഞ്ഞേക്കുന്ന കണ്ടീഷൻ ബിയിൽ നിന്ന് എയിലേക്ക് 10 കുട്ടികളെ മാറ്റിയാൽ എയിലെ കുട്ടികളുടെ എണ്ണം ബിയിലെ കുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയാകും. ഓക്കെ, അപ്പൊ ദേ ബിയിൽ നിന്ന് എയിലേക്ക് 10 പേരെ മാറ്റിയാൽ ബിയിലെ കുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയാകും എയിലെ കുട്ടികളുടെ എണ്ണം. അപ്പൊ ഇവിടെ നമുക്കറിയാം 40 ആകും, ഇവിടെ നമുക്കറിയാം 80 ആകും. ശരിയല്ലേ? ഇരട്ടിയായല്ലോ മക്കളെ. ആണോ? ഇരട്ടിയായി. അപ്പം ഈ രണ്ട് കണ്ടീഷനും ശരിയാകുന്നത് 70ഉം 50ഉം എടുക്കുമ്പോഴല്ലേ? അപ്പൊ എയിൽ 70 ബിയിൽ 50 എന്ന കണ്ടീഷൻ എടുക്കുമ്പോൾ രണ്ട് ശരിയാകും. ഒന്നുകൂടെ പറയാം. എയിൽ നിന്ന് 10 പേരെ ബിയിലേക്ക് മാറ്റിയാൽ രണ്ടുപേരുടെയും തുല്യമാകും. ശരിയായി. ബിയിൽ നിന്ന് 10 പേരെ എയിലേക്ക് മാറ്റിയാൽ ബിയുടെ ഇരട്ടിയാകും എയിൽ. അതും ശരിയായി. ഈ രണ്ട് കണ്ടീഷനും ശരിയാകുന്നത് ഓപ്ഷൻ എയിലെ എണ്ണം എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. വിജി തന്റെ ജോലി ചെയ്യുമ്പോൾ ഓരോ മണിക്കൂർ കഴിഞ്ഞ് 15 മിനിറ്റ് വിശ്രമിക്കും എങ്കിൽ 5 മണിക്കൂറിൽ എത്ര സമയം ജോലി ചെയ്യും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ വിജിയുടെ രീതി ഓരോ മണിക്കൂർ കഴിഞ്ഞ്, അതായത് 60 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് വിശ്രമിക്കുന്നയാളാണ് വിജി. ആ വിജി 5 മണിക്കൂറിനുള്ളിൽ എത്ര സമയം ജോലി ചെയ്യും എന്നതാണ് ചോദ്യം. ആദ്യം 5 മണിക്കൂർ എത്ര മിനിറ്റ് ആണെന്ന് നോക്കാം. മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഗുണിക്കണം, അല്ലേ? 5 × 60 അത് 300 മിനിറ്റ് ആണ്. അപ്പൊ 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5 × 60 300 മിനിറ്റ് ആണ്. ഈ 300 മിനിറ്റിൽ എത്ര സമയം ജോലി ചെയ്യും എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ജോലി ചെയ്യാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. ആദ്യം ഒരു 60 മിനിറ്റ് ജോലി ചെയ്യും, 15 മിനിറ്റ് വിശ്രമിക്കും. ഇപ്പൊ ആകെ 75 മിനിറ്റ് ആയി ജോലി തുടങ്ങിയിട്ട്, ആണോ? വീണ്ടും ഒരു 60 മിനിറ്റ് ജോലി ചെയ്യും. അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യും മക്കളെ? ഒരു 15 മിനിറ്റ് വിശ്രമിക്കും, ആണോ? അപ്പൊ വീണ്ടും ഒരു 75 മിനിറ്റ് ആയി ജോലി. വീണ്ടും ഒരു 75 മിനിറ്റ് തീർന്നു. ഇപ്പൊ ജോലി തുടങ്ങിയിട്ട് ആകെ 150 മിനിറ്റ് ആയിട്ടുണ്ട്. ശരിയല്ലേ? ആദ്യത്തെ 75, ഇപ്പത്തെ 75. വീണ്ടും ഒരു 60 മിനിറ്റ് ജോലി ചെയ്യുന്നു, അല്ലേ? അതിൻ്റെ കൂടെ ഒരു 15 മിനിറ്റ് എന്ത് ചെയ്യുന്നു? വിശ്രമിക്കുന്നു. അപ്പൊ വീണ്ടും എത്രയായി? വീണ്ടും ഒരു 75 മിനിറ്റും കൂടെ കടന്നുപോയി. ഇപ്പൊ ജോലി തുടങ്ങിയിട്ട് 150 + 75 225 മിനിറ്റ് ആയിട്ടുണ്ട്.
വീണ്ടും ഒരു 60 മിനിറ്റ് ജോലി ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഒരു 15 മിനിറ്റ് വിശ്രമിക്കുന്നു. അപ്പം വീണ്ടും ഒരു 75 മിനിറ്റും കൂടെ കടന്നുപോയി. അതായത് ജോലി തുടങ്ങിയിട്ട് 225 + 75 300 മിനിറ്റ് ആയി. അപ്പം 300 മിനിറ്റ് കടന്നുപോയി. ഈ 300 മിനിറ്റിൽ എത്ര സമയം ജോലി ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ജോലി ചെയ്ത സമയം. ശരിയാണോ മക്കളെ? ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ജോലി ചെയ്ത സമയം. അപ്പൊ 60 60 60 60, അതായത് 4 മണിക്കൂറാണ് ജോലി ചെയ്ത സമയം. 4 മണിക്കൂർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ? 60 മിനിറ്റ് 1 മണിക്കൂറല്ലേ? അപ്പൊ ആകെ 4 മണിക്കൂർ ജോലി ചെയ്യും. അതിൽ വിശ്രമിച്ചത് 15 15 15 15 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ വിശ്രമിച്ചു. അപ്പൊ 5 മണിക്കൂറുള്ളതിൽ 4 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട്, 1 മണിക്കൂർ വിശ്രമിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു പേപ്പർ 4 തവണ മടക്കി മധ്യത്തിൽ ഒരു ദ്വാരം ഇട്ട ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് നിവർത്തിയാൽ അതിലുണ്ടാകുന്ന ദ്വാരങ്ങൾ എത്ര? മക്കളെ, ഒരു പേപ്പർ എടുത്തു, അത് 1 മടക്കി, വീണ്ടും ഒന്നുകൂടെ മടക്കി, വീണ്ടും ഒന്നുകൂടെ മടക്കി, വീണ്ടും ഒരു തവണ കൂടി മടക്കി, അങ്ങനെ 4 തവണ മടക്കി. എന്നിട്ട് നടുവിൽ ഒരു ഹോൾ ഇട്ടു. എന്നിട്ട് അത് നിവർത്തി കഴിയുമ്പോൾ അതിൽ എത്ര ദ്വാരങ്ങൾ ആകെ ഉണ്ടാകും എന്നാ ചോദ്യം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ മക്കളെ, ഓരോ തവണ മടക്കുമ്പോഴും ദ്വാരങ്ങളുടെ എണ്ണം ഇരട്ടിയാകും എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അത് കുറച്ച് കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കാണാതെ പഠിച്ചാലും മതി. ആകെ നമ്പർ ഓഫ് ഹോൾസ് കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് ഓർത്താലും മതി. നമ്പർ ഓഫ് ഹോൾസ് കേട്ടോ, ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലായല്ലോ. എന്നിട്ട് നമ്പർ ഓഫ് ഹോൾസ് കാണാൻ 2n ചെയ്താൽ മതി എന്നൊന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും n എന്താണ്? എത്ര തവണ മടക്കി എന്നതിൻ്റെ എണ്ണമാണ് n. ഇവിടെ 4 തവണ മടക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2⁴ ആണ് ഇതിന്റെ ഉത്തരം. എത്രയാ മക്കളെ? 16. ആകെ 16 ദ്വാരങ്ങൾ ഉണ്ടായിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. അപ്പൊ ഈ ചോദ്യം ഒരു നല്ല ചോദ്യമാണ്, ശ്രദ്ധിച്ചേ. അതായത് ഒരു പേപ്പർ 1 മടക്കി, വീണ്ടും മടക്കി, വീണ്ടും മടക്കി, വീണ്ടും മടക്കി, 4 തവണ മടക്കി. എന്നിട്ട് നടുവിൽ ഒരു ഹോൾ ഇട്ടു. നിവർത്തി കഴിഞ്ഞാൽ ആകെ എത്ര ദ്വാരങ്ങൾ അതിൽ കാണുന്ന ചോദ്യം. ഞാൻ പറയുന്നു, ഓരോ തവണ മടക്കുമ്പോഴും ദ്വാരങ്ങളുടെ എണ്ണം ഇരട്ടിയായിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പോൾ 1 തവണ മടക്കുമ്പോൾ 2 ദ്വാരം, വീണ്ടും ഒന്നും കൂടെ മടക്കുമ്പോൾ 2 4 ആകും, വീണ്ടും ഒന്നും കൂടെ മടക്കുമ്പോൾ 4 8 ആകും, വീണ്ടും ഒന്നും കൂടെ മടക്കുമ്പോൾ 8 16 ആകും. അങ്ങനെയാണ് 16 ആൻസർ വന്നത്. ഇനി അത് കൺഫ്യൂഷൻ വന്നാൽ നമ്പർ ഓഫ് ഹോൾസ് കണ്ടുപിടിക്കാൻ, ഇത്തരം ചോദ്യങ്ങളിൽ നമ്പർ ഓഫ് ഹോൾസ് കണ്ടുപിടിക്കാൻ 2n ചെയ്യണം. എന്ന് പറഞ്ഞാൽ എത്ര തവണ മടക്കി എന്നതിൻ്റെ എണ്ണമാണ്. ക്ലിയർ ആണോ? സോ ആൻസർ 16. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു പരീക്ഷയിൽ ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് ലഭിക്കുകയും തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയുകയും ചെയ്യും. ഒരു കുട്ടി ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 300 മാർക്ക് ലഭിച്ചുവെങ്കിൽ എത്ര ശരിയുത്തരങ്ങൾ എഴുതി കാണും? യെസ്, നല്ലൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. മക്കളെ, ഒരു പരീക്ഷയിൽ ഓരോ ശരിയുത്തരത്തിനും എത്ര മാർക്ക് കിട്ടും? ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് അവർ തരും. എന്നാൽ ഉത്തരം തെറ്റിപ്പോയാൽ 1 മാർക്ക് അവർ പണിഷ്മെന്റ് ആയിട്ട് കൊണ്ടുപോകും. ശരിയുത്തരത്തിന് 4 മാർക്ക് തരും, ഉത്തരം തെറ്റിപ്പോയാൽ 1 മാർക്ക് പണിഷ്മെന്റ് ആയിട്ട് പോകും. ഒരു കുട്ടി ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി അല്ലെ? 100 ചോദ്യങ്ങളാണ് ആകെയുള്ളത്. ഈ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ ആ കുട്ടിക്ക് ലഭിച്ചത് 300 മാർക്കാണ്. 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 300 മാർക്ക് ലഭിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 300 മാർക്ക് ലഭിച്ചു എങ്കിൽ എത്ര ശരി ഉത്തരങ്ങൾ എഴുതി കാണാം? ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ശ്രദ്ധിച്ചേ മക്കളെ, കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് എത്രയാ? കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് അല്ലേ? പ്രതീക്ഷിക്കുന്ന മാർക്ക് എത്രയായിരിക്കും? കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് 100 ചോദ്യങ്ങളല്ലേ ഉള്ളത്. ഒരു ശരിക്ക് 4 മാർക്ക് കിട്ടും.
അല്ലേ? അപ്പൊ 100 ചോദ്യങ്ങൾ എഴുതിയത് എല്ലാം ശരിയാണെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ 100 × 4 400 കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക്. ശരി, കിട്ടിയ മാർക്ക് എത്രയാ? കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാ കിട്ടിയ മാർക്ക്? 300 കിട്ടിയ മാർക്ക്. 300. മക്കളെ, പോയ മാർക്ക് എത്രയാ? പോയ മാർക്ക് എന്ന് പറഞ്ഞാൽ 400 പ്രതീക്ഷിച്ചത്, കിട്ടിയത് 300. അപ്പൊ പോയ മാർക്ക് 100 മാർക്കാണ് പോയത്. ഇത്രയും ഞാൻ ചെയ്തതിൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല. ഒരു ശരി ഉത്തരത്തിന് 4 മാർക്ക് കിട്ടും. ഉത്തരം തെറ്റിപ്പോയാൽ അവര് പണിഷ്മെന്റ് ആയിട്ട് 1 മാർക്ക് അങ്ങ് കൊണ്ടുപോകും. 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ കുട്ടിക്ക് 300 മാർക്ക് കിട്ടി എങ്കിൽ എത്ര ശരിയുത്തരങ്ങൾ എഴുതി കാണുന്ന ചോദ്യം. അപ്പൊ കുട്ടി പ്രതീക്ഷിച്ച മാർക്ക് 100 × 4 400. കുട്ടിക്ക് കിട്ടിയ മാർക്ക് 300. അപ്പൊ പോയ മാർക്ക് 100. ശരി, ഇനി നമുക്കറിയാം ഒരെണ്ണം തെറ്റിയാൽ 4 മാർക്ക് പോകും, 1 മാർക്ക് പണിഷ്മെന്റും പോകും. ഒരെണ്ണം തെറ്റിയാൽ 5 മാർക്ക് പോകും മക്കളെ, 5 മാർക്ക്. നിങ്ങൾ ചോദിക്കാം, എങ്ങനെയാ സാറേ ഒരെണ്ണം തെറ്റി എങ്ങനെ 5 മാർക്ക് പോകുന്നേ? മക്കളെ, ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എത്ര മാർക്ക് പോകും? ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കിട്ടേണ്ട 4 മാർക്ക് പോകും. അപ്പൊ നിങ്ങൾ പറയും, സാറേ അതെങ്ങനെ ശരിയാകും? ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മാർക്കൊന്നും പോവില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരീക്ഷകൾ എഴുതുമ്പോഴേ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. അത് നല്ല പരിപാടിയാണല്ലോ. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മാർക്കൊന്നും പോവുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ചോദ്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാതിരുന്നാൽ പോരെ, മുഴുവൻ മാർക്ക് കിട്ടുമോ? നിങ്ങൾക്ക് ഇല്ലല്ലോ. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിന്റെ മാർക്ക് കിട്ടില്ല, കിട്ടേണ്ട മാർക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ശരി ഉത്തരത്തിന് 4 മാർക്കുണ്ട്. ഉത്തരം അറ്റൻഡ് ചെയ്യാതിരുന്നാൽ കിട്ടേണ്ട 4 കിട്ടില്ല ആണ്. ഇനി ഒരെണ്ണം അറ്റൻഡ് ചെയ്ത് തെറ്റിച്ചാൽ എന്ത് സംഭവിക്കും? കിട്ടേണ്ട 4 കിട്ടില്ല, പണിഷ്മെന്റ് ആയിട്ട് 1 മാർക്ക് പോവുകയും കൂടെ ചെയ്യും. അപ്പോൾ ഒരെണ്ണം അറ്റൻഡ് ചെയ്യാതിരുന്നാൽ 4 മാർക്കേ പോവുകയുള്ളൂ. അറ്റൻഡ് ചെയ്ത് തെറ്റിച്ചാൽ 4 കിട്ടേണ്ട 4 പണിഷ്മെന്റ് 1, 5 മാർക്ക് പോകും. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ തെറ്റിച്ചാൽ സംഭവിക്കുന്നത് കിട്ടേണ്ട 4 കിട്ടില്ല, പണിഷ്മെന്റ് 1 കൂടെ പോകും, 5 മാർക്ക് പോകും. ആണോ? അറ്റൻഡ് ചെയ്യാതിരുന്നാൽ 4 മാർക്കേ പോവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കുട്ടിക്ക് 100 മാർക്കാ പോയത്. ആണോ? ഒരെണ്ണം തെറ്റിയാൽ 5 മാർക്ക് പോകും. 100 മാർക്ക് പോയെങ്കിൽ 100/5, അതായത് 20 എണ്ണം തെറ്റി എന്നല്ലേ അർത്ഥം? ഒരെണ്ണം തെറ്റിയാൽ 5 മാർക്ക് പോകും, 100 മാർക്ക് പോയി. അപ്പൊ 100/5 20 എണ്ണം തെറ്റി എന്നർത്ഥം. 100 ചോദ്യത്തിൽ 20 എണ്ണം തെറ്റിയാൽ 100 - 20, ശരിയായത് ബാക്കി 80 എണ്ണം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ദാസ 80 ആണ്. ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 80. ചെയ്തത് ക്ലിയർ ആണോ? അപ്പൊ ഈ മോളിൽ ചോദ്യങ്ങൾ വന്നാൽ ഡീൽ ചെയ്യേണ്ടത് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ശരി ഉത്തരത്തിന് 4 മാർക്ക് കിട്ടും. തെറ്റിപ്പോയാൽ 1 മാർക്ക് പണിഷ്മെന്റ് കൊണ്ടുപോകും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കിട്ടേണ്ട 4 മാർക്ക് പോകും. അറ്റൻഡ് ചെയ്തിട്ട് തെറ്റിച്ചാൽ കിട്ടേണ്ട 4 പണിഷ്മെന്റ് 1, 5 മാർക്ക് പോകും. കുട്ടി പ്രതീക്ഷിച്ചത് 400, കിട്ടിയത് 300, പോയത് 100 മാർക്കാ. ഒരെണ്ണം തെറ്റി 5 പോകും. 100 പോയെങ്കിൽ 100/5, 20 എണ്ണം തെറ്റി എന്നർത്ഥം. അപ്പൊ ശരിയായത് ബാക്കി 80 എണ്ണമാണ്. ഓക്കെ ആണോ മക്കളെ ചെയ്തത്? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ അതേ പാറ്റേൺ അടുത്തൊരു ചോദ്യം. ഒരു പരീക്ഷയിൽ ഓരോ ശരിക്കും 3 മാർക്ക് കിട്ടും. ശരി ഉത്തരത്തിന് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കിട്ടും. ഉത്തരം തെറ്റിപ്പോയാൽ 1 മാർക്ക് പണിഷ്മെന്റ് കൊണ്ടുപോകും. അപ്പൊ ശരി ഉത്തരത്തിന് 3 മാർക്ക്, ഉത്തരം തെറ്റിയാൽ 1 മാർക്ക് പണിഷ്മെന്റ്. ഒരാൾ ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 200 മാർക്ക് ലഭിച്ചു എങ്കിൽ എത്ര ശരി ഉത്തരങ്ങൾ എഴുതി കാണും എന്നാണ് ചോദ്യം. ഓക്കെ, 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ കിട്ടിയത് 200 മാർക്കാണ് എങ്കിൽ എത്ര ശരിയുത്തരങ്ങൾ എഴുതി കാണും എന്നതാണ് നമ്മുടെ ചോദ്യം. ശരി, അപ്പൊ ആദ്യം കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക്. കുട്ടി പ്രതീക്ഷിച്ച മാർക്ക് 100 ചോദ്യങ്ങളുണ്ട്, ഒരു ശരിക്ക് 3 മാർക്കാണ്. കുട്ടി പ്രതീക്ഷിച്ച മാർക്ക് 300 മാർക്കാണ്.
കുട്ടി പ്രതീക്ഷിച്ച മാർക്ക് 300 മാർക്കാണ്. ആണോ? എന്നാൽ കിട്ടിയ മാർക്കോ മക്കളെ? എന്നാൽ കിട്ടിയ മാർക്ക് 200 ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ പോയ മാർക്ക് എത്രയാ മക്കളെ? പോയ മാർക്ക് എന്ന് പറഞ്ഞാൽ 300 - 200 100 പോയ മാർക്ക് അല്ലേ? ഒരെണ്ണം തെറ്റിയാൽ എത്ര മാർക്ക് പോകും? 3ഉം 1ഉം. ഒരെണ്ണം തെറ്റിയാൽ 4 മാർക്ക് പോകും. അപ്പൊ 100 മാർക്ക് പോയെങ്കിൽ 100/4, അതായത് 25 എണ്ണം തെറ്റി എന്നർത്ഥം. അപ്പൊ ശരിയായത് 100 - 25 = 75 എണ്ണമാണ്. ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഒരു പരീക്ഷയിൽ ഓരോ ശരിക്കും 3 മാർക്കുണ്ട്, ഓരോ തെറ്റിനും 1 മാർക്ക് കുറയുകയും ചെയ്യും. ഓക്കെ, ഒരു കുട്ടി ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 200 മാർക്ക് ലഭിച്ചുവെങ്കിൽ എത്ര ശരി ഉത്തരങ്ങൾ എഴുതി എന്നാണ് ചോദ്യം. ശരിയല്ലേ മക്കളെ? അപ്പം 100 ചോദ്യങ്ങൾക്ക് 200 മാർക്കാ കിട്ടി. അപ്പൊ കുട്ടി പ്രതീക്ഷിച്ചത് എത്രയാ? 100 × 3 300, കിട്ടിയത് 200, പോയത് 100. പോയത് 100 ആണെങ്കിൽ ഒരു എണ്ണം തെറ്റിച്ചാൽ 3ഉം 1ഉം 4 പോകും. അപ്പൊ 100 പോയെന്ന് പറഞ്ഞാൽ 100/4 25 എണ്ണം തെറ്റി. 100 ചോദ്യത്തിൽ 25 എണ്ണം തെറ്റിയാൽ ശരിയായത് ബാക്കി 75 എണ്ണമാണ്. അടുത്ത ചോദ്യം നോക്കിയ മക്കളെ. ഒരൊച്ച് 20 അടി ഉയരമുള്ള ഒരു പോസ്റ്റിൽ കയറുന്നു. പകൽ 5 അടി കയറുകയും രാത്രി 4 അടി ഇറങ്ങുകയും ചെയ്യും. ഒച്ച് പോസ്റ്റിന്റെ മുകളിലെത്താൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ആകെ എത്ര ഉയരമുള്ളതിലാ കയറുന്നേ? ആകെ കയറുന്നത് 20 അടി ഉയരമുള്ളതിലാണ്. 20 അടി ഉയരമുള്ളതിലാണ് കയറുന്നത്. ശരി, ഇനി എങ്ങനെയാണ് ഒരു പകൽ സമയം കൊണ്ട് 5 അടി കയറും? 5 അടി കയറും. ആണോ? രാത്രിയോ? പകൽ 5 അടി കയറും, രാത്രിയോ? രാത്രി 4 അടി ഇറങ്ങും. അപ്പൊ ഇങ്ങനെയാണ് കയറുന്നത്. വീണ്ടും 5 അടി കയറും, വീണ്ടും 4 അടി ഇറങ്ങും. ക്ലിയർ ആണോ? 5 അടി കയറും, 4 അടി ഇറങ്ങും, 5 അടി കയറും, 4 അടി ഇറങ്ങും. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ദിവസം കൊണ്ട് ഒരടിയാണ് എഫക്റ്റീവ്ലി കയറുന്നത്. പകൽ സമയം 5 അടി കയറും, രാത്രി 4 അടി ഇറങ്ങും. അപ്പം ബാക്കി ഒരടി. അപ്പം ഒരു ദിവസം കൊണ്ട് എഫക്റ്റീവ്ലി കയറി എന്ന് പറയാൻ പറ്റുന്നത് ഒരടിയാണ്. കേൾക്കുന്നുണ്ടോ മക്കളെ? ഒരു ദിവസം കൊണ്ട് ഒരടിയാണ് കയറിയത്. ഓക്കെ, അപ്പൊ ഓരോ ദിവസവും ഓരോ അടി കയറി പോകും. ചോദ്യം 20 അടി എത്താൻ എത്ര സമയം വേണം? അപ്പൊ ഞാൻ ചെയ്യുന്നത്, നമുക്കറിയാം പകൽ 5 അടിയല്ലേ കയറുന്നേ. അപ്പൊ 20 - 5 അങ്ങ് കുറച്ചു. അപ്പൊ എനിക്ക് 15 അടി എന്ന് കിട്ടി. ആണോ? ഈ 15 അടി എത്താൻ എത്ര സമയം വേണമെന്ന് ആദ്യം ഞാൻ കണ്ടുപിടിക്കുക. ഒരു ദിവസം ഒരടി കയറുമെങ്കിൽ 15 അടി എത്താൻ 15 ദിവസം വേണം. ആണോ? 15 അടി എത്താൻ 15 ദിവസം വേണം. ഒരു ദിവസം ഒരടി കയറുമെങ്കിൽ 15 അടി എത്താൻ 15 ദിവസം വേണം അല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി 15 ദിവസം ആകുമ്പോൾ 15 അടി കയറി അവിടെ ഇരിക്കുക. ഇനി അടുത്ത പകല് വരുമ്പം ഈ 15 നേരെ 5 കയറും, 20 എത്തും. ശരിയാണോ? ആണ്. അപ്പൊ 15 ദിവസവും ഒരു പകൽ സമയവും കൂടെ കിട്ടിയാൽ 15ഉം 5ഉം കയറി 20 എത്തും. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ 15 കംപ്ലീറ്റ് ഡേ വേണം, പ്ലസ് ഒരു ദിവസം ബാക്കിയും വേണം. ശരിയാണ്? ഒരു പകല് ബാക്കിയും വേണം. 15 ദിവസം കംപ്ലീറ്റ് വേണം, ഒരു പകല് ബാക്കിയും വേണം. അപ്പൊ മുകളിൽ എത്താൻ വേണ്ടത് 15 ദിവസവും പിന്നെ എന്തുവാ മക്കളെ? ഒരു പകലും. 15 ദിവസവും ഒരു പകലുമാണ്. ക്ലിയർ ആണോ? ഇതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇത് മനസ്സിലായോ? ഒന്നുമില്ല, സിമ്പിൾ. ആകെ 20 അടി ഉയരത്തിലാണ് കയറേണ്ടത് അല്ലേ? പകല് 5 അടി കയറും, രാത്രി 4 അടി ഇറങ്ങും. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ഡേ ഒരടി കയറും എഫക്റ്റീവ്ലി. ഓരോ ദിവസവും ഓരോ അടി വീതം കയറും. അങ്ങനെയാണെങ്കിൽ 15 അടി എത്താൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിച്ചു. എന്തുകൊണ്ട് 15 എന്ന് ചോദിച്ചാൽ ഒരു പകൽ 5 അല്ലേ കയറുന്നേ. അപ്പൊ ആ 5 20 കുറച്ചതാണ്. 15 അടി എത്താൻ എനിക്കറിയാം 15 ദിവസം വേണം. ഒരു ദിവസം ഒരടിയാണെങ്കിൽ 15 അടി എത്താൻ 15 ദിവസം വേണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത പകൽ സമയം കൊണ്ട് 5 അടി കയറും. എപ്പോഴും എല്ലാ പകലിലും 5 അടി കയറുന്നേ. ആണോ? അപ്പൊ 15 ദിവസവും ഒരു പകലും കൂടി ആകുമ്പം 15 അടിയും 5 അടിയും 20 അടി എത്തി.
അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ 15 ദിവസം പ്ലസ് ഒരു പകലാണ്. ചെയ്തത് ക്ലിയർ ആണോ മക്കളെ? ശരി, അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോവാം. വേറൊരു ചോദ്യം നോക്കിക്കേ. 25 മീറ്റർ ഉയരമുള്ള ഒരു മരത്തിൽ ഒരാൾ കയറുന്നു. 10 സെക്കൻഡിൽ 5 മീറ്റർ കയറുകയും 4 മീറ്റർ വഴുതി താഴോട്ട് പോരുകയും ചെയ്യുന്നു. ആ മരത്തിന്റെ മുകളിൽ എത്തുന്നതിന് അയാൾക്ക് എത്ര സമയം വേണ്ടിവരും? അപ്പം മുമ്പത്തെ ചോദ്യമായിട്ട് സാമ്യമുണ്ട്, പക്ഷെ എക്സാക്ട്ലി ആ ടൈപ്പ് അല്ല. അതൊരു പകൽ രാത്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് 10 സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ശരി, നമുക്ക് ആകെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കാം. ആകെ ഹൈറ്റ് എത്രയാണ് മക്കളെ പറഞ്ഞേക്കുന്നത്? ആകെ ഹൈറ്റ് പറഞ്ഞേക്കുന്നത് 25 മീറ്റർ ആണ്. ആകെ ഹൈറ്റ് 25 മീറ്റർ ആണ്. ഓക്കെ, ഇനി കയറുന്നത് എങ്ങനെയാ? 10 സെക്കൻഡ് സമയത്തിൽ 10 സെക്കൻഡിൽ 5 മീറ്റർ കയറും. ആണോ? 10 സെക്കൻഡിൽ 5 മീറ്റർ കയറും, 4 മീറ്റർ ഇറങ്ങും. ആണോ? 10 സെക്കൻഡിൽ 5 മീറ്റർ കയറും, 4 മീറ്റർ വഴുതി പോകും. ഇത് രണ്ടും സംഭവിക്കുന്നത് 10 സെക്കൻഡ് കൊണ്ടാണ്. 5 മീറ്റർ കയറുന്നതും 4 മീറ്റർ സ്ലിപ്പായി പോരുന്നതും രണ്ടും സംഭവിക്കുന്നത് 10 സെക്കൻഡ് കൊണ്ടാണ്. ഇതിൽ എത്ര സമയം കൊണ്ട് കയറി എത്ര സമയം കൊണ്ട് ഇറങ്ങി എന്നറിയില്ല. ഈ കയറ്റവും ഇറക്കവും സംഭവിക്കുന്നത് 10 സെക്കൻഡിലാണ്. ഓക്കെ, അപ്പൊ എനിക്കറിയാം 10 സെക്കൻഡിൽ എഫക്റ്റീവ്ലി 1 മീറ്ററേ കയറത്തുള്ളൂ. ആണോ? 5 കയറുന്നുണ്ട് തുടക്കത്തിൽ, 4 സ്ലിപ്പായി പോരുന്നുണ്ട്. അപ്പൊ 10 സെക്കൻഡിൽ എഫക്റ്റീവ്ലി കയറി എന്ന് പറയാൻ പറ്റുന്ന 1 മീറ്റർ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഓരോ 10 സെക്കൻഡിലും 1 മീറ്റർ കയറി പോകും. അങ്ങനെ മനസ്സിലാക്കാം അല്ലെ? 25 മീറ്റർ എത്താൻ എത്ര സമയം എന്ന്. അപ്പം ആദ്യം 5 അല്ലേ കയറുന്നത്, ഞാൻ 25 5 കുറച്ചു. 20 മീറ്റർ എത്താൻ എത്ര സമയം വേണം എന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യം. എനിക്കറിയാവുന്ന ഒരു കാര്യം ഇതാണ്, 10 സെക്കൻഡിൽ കയറുന്നത് 1 മീറ്റർ ആണ്. 10 സെക്കൻഡിൽ 1 മീറ്റർ കയറുമെങ്കിൽ 20 മീറ്റർ എത്താൻ എത്ര സമയം വേണം എന്നാദ്യം കണ്ടുപിടിക്കാം. 10 സെക്കൻഡിൽ 1 മീറ്റർ കയറുമെങ്കിൽ 20 മീറ്റർ എത്താൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ വേറെ പാടൊന്നുമില്ല. ഈ 1നെ 20 കൊണ്ട് ഗുണിച്ചാലല്ലേ 20 മീറ്റർ എത്തുന്നത്. അതേ 20 കൊണ്ട് ഈ 10നെ ഗുണിച്ചാൽ മതി. അപ്പൊ എനിക്ക് മനസ്സിലായി 200 സെക്കൻഡിലാണ് 20 മീറ്റർ എത്തുന്നത്. അപ്പൊ ഈ 200 സെക്കൻഡ് എത്തുമ്പോഴേക്കും 20 മീറ്റർ എത്തി. ഇനി അടുത്ത 10 സെക്കൻഡിൽ എന്ത് സംഭവിക്കും? ഒറ്റ ചാട്ടത്തിന് 5 കയറും അല്ലേ? അപ്പം ആകെ 210 സെക്കൻഡ് ആകുമ്പോഴേക്കും മുകളിലെത്തും. പിന്നെ സ്ലിപ്പായി പോരും എന്നുള്ളത് കറക്റ്റാ, പക്ഷെ മുകളിലെത്തി. അപ്പൊ 210 സെക്കൻഡ് സമയം വേണമെന്ന് പറഞ്ഞാൽ 180 സെക്കൻഡ് 3 മിനിറ്റാ. അപ്പം 210 സെക്കൻഡ് 3 മിനിറ്റും 30 സെക്കൻഡും, അതായത് 3.5 മിനിറ്റ് കൊണ്ടായിരിക്കും മുകളിൽ എത്തുന്നത്. മുകളിൽ എത്തുന്നതിന്, മുകളിൽ തൊടുക എന്നുള്ളതാണ് കറക്റ്റ്. എത്തുക എന്നതിനേക്കാൾ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് മുകളിൽ തൊടുന്നതിന് എത്ര സമയം എന്നുള്ളതാണ്. തൊടുന്നതിന് എത്ര സമയം എന്നുള്ള ചോദ്യമാണ് കുറച്ചുകൂടെ ആപ്റ്റ് ആകുന്നത്. ശരി മക്കളെ, ഈ ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അതായത് ആകെ 25 മീറ്റർ ഉയരമുള്ള മരത്തിലാണ് കയറേണ്ടത്. 25 മീറ്റർ. 10 സെക്കൻഡിൽ 5 മീറ്റർ കയറുകയും 4 മീറ്റർ സ്ലിപ്പായി പോരുകയും ചെയ്യും. 10 സെക്കൻഡിൽ 5 മീറ്റർ കയറുകയും 4 മീറ്റർ സ്ലിപ്പായി പോരുകയും ചെയ്യും. അപ്പൊ എനിക്കറിയാം 10 സെക്കൻഡിൽ എഫക്റ്റീവ്ലി 1 മീറ്റർ കയറും. 10 സെക്കൻഡിൽ എഫക്റ്റീവ്ലി 1 മീറ്റർ കയറും. ആണല്ലോ? 5 മീറ്റർ കയറുകയും 4 മീറ്റർ ഇറങ്ങുകയും ചെയ്യും. അപ്പൊ 10 സെക്കൻഡിൽ എഫക്റ്റീവ്ലി 1 മീറ്റർ. ശരി, അപ്പോൾ ഓരോ 10 സെക്കൻഡിൽ 1 മീറ്റർ ആണ് എഫക്റ്റീവ്ലി കയറുന്നത്. ഓക്കെ, അപ്പൊ ആകെ 25 മീറ്റർ അല്ലേ? ആകെ 25 മീറ്ററാണ്. അതിൽ നിന്ന് ആദ്യം കയറുന്ന 5 മീറ്റർ കുറച്ചാൽ 20 മീറ്റർ എന്ന് കിട്ടും. 20 മീറ്റർ എത്താൻ എത്ര സമയം വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എനിക്കറിയാം 10 സെക്കൻഡിൽ 1 മീറ്റർ കയറുമെങ്കിൽ 20 മീറ്റർ എത്താൻ എത്ര സമയം വേണമെന്ന് ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി മക്കളെ. ഈ 1 20 ആകാൻ ഇൻറ്റു 20 അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതായത് ഇൻറ്റു 20 ഇവിടെ ചെയ്താൽ മതി. 200 സെക്കൻഡ് വേണം 20 മീറ്റർ എത്താൻ. അപ്പോൾ 200 സെക്കൻഡ് ആകുമ്പോൾ 20 മീറ്റർ എത്തി അവിടെ നിൽക്കുക. അപ്പൊ അടുത്ത 10 സെക്കൻഡിൽ തുടക്കത്തിൽ 5 ചാടി കയറുന്ന അറിയാലോ. അപ്പൊ അടുത്ത 10 സെക്കൻഡ് കൊണ്ട് 20 നേരെ 5 കയറും. പിന്നെ സ്ലിപ്പായി പോരും എന്നുള്ളത് ശരിയാ, പക്ഷെ 25 എത്തി.
അപ്പോൾ അതിന് 210 സെക്കൻഡ് വേണ്ടി വരും. 210 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് 30 സെക്കൻഡുമാണ്. 180 സെക്കൻഡ് ആണല്ലോ 3 മിനിറ്റ്. 3 മിനിറ്റ് 30 സെക്കൻഡ്, 3.5 മിനിറ്റിലാണ് മുകളിൽ തൊടുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇതിന് ഷോർട്ട് കട്ട് ഉണ്ടേ ഇത്തരം ചോദ്യങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പം നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത ചോദ്യത്തിന് പറ്റില്ല, ഒരു പകല് രാത്രി എന്നൊന്നും പറഞ്ഞു വന്നാൽ പറ്റില്ല. പകരം ഇതുപോലെ ഇങ്ങനെ വന്നാൽ, അതായത് 1 മിനിറ്റിൽ ഇത്ര കയറി ഇത്ര ഇറങ്ങി, അല്ല 5 മിനിറ്റിൽ ഇത്ര കയറി ഇത്ര ഇറങ്ങി, അല്ലെങ്കിൽ 10 സെക്കൻഡിൽ ഇത്ര കയറി ഇത്ര ഇറങ്ങി, മുകളിൽ തൊടാനെടുക്കുന്ന സമയം, ഇങ്ങനെ വന്നാൽ ചെയ്യാൻ ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഷോർട്ട് കട്ട് ഇതാണ്. മുകളിൽ തൊടാൻ വേണ്ട സമയം ആകെ ഹൈറ്റ് എടുക്കുക. എത്രയാത്? 25. ഷോർട്ട് കട്ടാണേ. എന്നിട്ട് സ്ലിപ്പായി പോരുന്ന ഹൈറ്റ് ഇതിന്ന് കുറയ്ക്കുക. സ്ലിപ്പായി പോരുന്ന എത്രയാണ്? 4 മീറ്റർ അല്ലേ സ്ലിപ്പായി പോരുന്നത്? 4 ഡിവൈഡഡ് ബൈ കയറുന്നതും ഇറങ്ങുന്നതും നമ്മൾ ഡിഫറൻസ് എടുക്കുക. കയറുന്ന ഇത്, ഇറങ്ങുന്ന ഇത്, ഡിഫറൻസ് 1 ആണോ? ഇൻറ്റു ടൈം ചെയ്യുന്നതായിരിക്കും ഉത്തരം. ഇവിടെ ടൈം 10 സെക്കൻഡ്. അപ്പം 21/1 ഇൻറ്റു 10 സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇവിടെ പറയുന്നേ? ആണോ? എസ് 10. അപ്പൊ എനിക്ക് മനസ്സിലായി 210 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ 210 സെക്കൻഡ് വേണം മുകളിൽ തൊടാൻ. 210 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റും അര സെക്കൻഡ്, 3.5 മിനിറ്റ്. 3 മിനിറ്റും അര മിനിറ്റ്, 3.5 മിനിറ്റ്. അതായത് 180 30 അല്ലേ? 3 മിനിറ്റ് 30 സെക്കൻഡ്, അതായത് 3.5 മിനിറ്റ് സമയം. ഇങ്ങനെ ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ച് കേട്ടോ. ഈ മോഡൽ ചോദ്യങ്ങൾ വരുമ്പം ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഈ മോഡൽ ചോദ്യങ്ങൾ. അതായത് ഏത് മോഡലാണ് മക്കളെ? 1 മിനിറ്റിൽ തന്നെ ഇത്ര കയറി ഇത്ര ഇറങ്ങി, അല്ലെങ്കിൽ 10 സെക്കൻഡിൽ തന്നെ ഇത്ര കയറി ഇത്ര ഇറങ്ങി എന്ന് പറയണം. തൊട്ട് മുമ്പത്തേതിൽ ഇത് സെറ്റാവില്ല. ഇങ്ങനെ വരണം. 5 മിനിറ്റിൽ ഇത്ര കയറി ഇത്ര ഇറങ്ങി, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഇത്ര കയറി ഇത്ര ഇറങ്ങി, അല്ലെങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് ഇത്ര കയറി ഇത്ര ഇറങ്ങി എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് ഇത് സ്യൂട്ട് ആവത്തുള്ളേ. ആകെ ഹൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന ഹൈറ്റ് കുറയ്ക്കണം. ആകെ ഹൈറ്റ് 25, ഇറങ്ങുന്ന ഹൈറ്റ് 4 ഡിവൈഡഡ് ബൈ കയറുന്നു ഇറങ്ങുന്ന ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇൻറ്റു ടൈം ഇൻ്റർവെൽ. ഇവിടെ 10 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് ടൈം ഇൻ്റർവെൽ. ക്ലിയർ ആണല്ലോ? സോ 21/1 ഇൻറ്റു 10 210 സെക്കൻഡ്. ഞാൻ ഇതേ മോഡൽ ഒരു ചോദ്യമോടെ പറഞ്ഞു തരാം. ഇത്രയും ക്ലിയർ ആണോ? ചോദ്യം ഇതാണ്. ഒരാൾ 60 മീറ്റർ ഉയരമുള്ള ഒരു മരത്തിൽ കയറാൻ ശ്രമിക്കുന്നു. 60 മീറ്റർ ഉയരമുള്ള മരത്തിൽ കയറാൻ ശ്രമിക്കുന്നു. ഇയാൾ ഓരോ മിനിറ്റിലും 6 മീറ്റർ കയറുകയും 4 മീറ്റർ ഇറങ്ങുകയും ചെയ്താൽ മരത്തിന്റെ മുകൾ ഭാഗം തൊടുന്നതിന് അയാൾക്ക് എത്ര സമയം വേണം? ചോദ്യം ഒന്നുകൂടെ പറയാം. ഒരാൾ 60 മീറ്റർ ഉയരമുള്ള ഒരു മരത്തിൽ കയറാൻ ശ്രമിക്കുന്നു. ഇയാൾ ഓരോ മിനിറ്റിലും 6 മീറ്റർ കയറുകയും 4 മീറ്റർ ഇറങ്ങുകയും ചെയ്താൽ മരത്തിന്റെ മുകൾ ഭാഗം തൊടുന്നതിന് അയാൾക്ക് എത്ര സമയം വേണ്ടി വരും? ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് വെച്ച് ചെയ്യുവാണെങ്കിൽ ആകെ മരത്തിന്റെ ഹൈറ്റ് എത്രയാ പറഞ്ഞേ? 60 മീറ്റർ ആണോ? 60 മീറ്റർ ഉയരമുള്ള മരത്തിലാണ് കയറുന്നത്. 60 മീറ്റർ ഉയരമുള്ള മരത്തിൽ കയറുന്നു. ഇയാൾ 1 മിനിറ്റിൽ എന്ത് ചെയ്യുന്നു? 6 മീറ്റർ കയറുകയും അതോടൊപ്പം 4 മീറ്റർ സ്ലിപ്പായി പോരുകയും ചെയ്യുന്നു. 6 മീറ്റർ കയറുകയും 4 മീറ്റർ ഇറങ്ങുകയും ചെയ്യുന്നു അല്ലേ? എങ്കിൽ മരത്തിന്റെ മുകൾ ഭാഗം തൊടുന്നതിന് അയാൾക്ക് എത്ര സമയം വേണം? അപ്പോൾ 1 മിനിറ്റിൽ ഇയാൾ 6 മീറ്റർ കയറുന്നുണ്ട്, അതോടൊപ്പം 4 മീറ്റർ സ്ലിപ്പായി പോരുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി 1 മിനിറ്റിൽ ഇയാൾ എഫക്റ്റീവ്ലി കയറുന്നത് 2 മീറ്റർ ആണ്. 1 മിനിറ്റിൽ ഇയാൾ എഫക്റ്റീവ്ലി കയറുന്നത് 2 മീറ്റർ ആണ്. ശരിയല്ലേ? 1 മിനിറ്റിൽ 2 മീറ്റർ എഫക്റ്റീവ്ലി കയറും. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ ഷോർട്ട് കട്ട് ഇങ്ങനെയാണ്. മുകളിൽ തൊടാൻ വേണ്ട സമയം കാണാൻ ആകെ ഹൈറ്റിൽ നിന്ന്, ആകെ ഹൈറ്റ് 60, ഇറങ്ങുന്ന ഹൈറ്റ് കുറയ്ക്കണം. ഇതിൽ ഇറങ്ങുന്ന ഹൈറ്റ് 4, സ്ലിപ്പായി പോരുന്ന ഹൈറ്റ് കുറയ്ക്കണം. എപ്പോഴും ആകെ ഹൈറ്റിൽ നിന്ന് സ്ലിപ്പാകുന്ന ഹൈറ്റ് കുറയ്ക്കണം, അത് 4. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇതിനെ കയറുന്നതും ഇറങ്ങുന്നതും നമ്മൾ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 കയറും 4 ഇറങ്ങും, ഡിഫറൻസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇൻറ്റു ടൈം ഇൻ്റർവെല് ചെയ്യണം. 1 മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ടൈം ഇൻ്റർവെൽ 1 മിനിറ്റാണ്.
ക്ലിയർ ആണോ മക്കളെ? അപ്പം 56/2 × 1, അതായത് 28 മിനിറ്റ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. മുകളിൽ തൊടാൻ വേണ്ട സമയം 28 മിനിറ്റ് ആണ്. അപ്പൊ ചോദ്യം എഴുതിയായിരുന്നല്ലോ, ഒരാൾ 60 മീറ്റർ ഉയരമുള്ള മരത്തിൽ കയറാൻ ശ്രമിക്കുന്നു. ഇയാൾ ഓരോ മിനിറ്റിലും 6 മീറ്റർ കയറുകയും 4 മീറ്റർ സ്ലിപ്പ് ആവുകയും ചെയ്താൽ മരത്തിന്റെ മുകൾ ഭാഗം തൊടുന്നതിന് അയാൾക്ക് എത്ര സമയം വേണം? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നാൽ ചെയ്യുന്ന ടെക്നിക്ക് ഓക്കെ ആണല്ലോ? യെസ്, മുന്നോട്ട് ചെയ്യാം. അടുത്തത്, ഒരു ഓഫീസിലെ 10 ആളുകൾ പരസ്പരം SMS അയച്ചാൽ ആകെ എത്ര SMS-കൾ? അപ്പോൾ ഒരു ഓഫീസിൽ 10 ആളുകളുണ്ട് മക്കളെ. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും SMS അയച്ചു എങ്കിൽ ആകെ എത്ര SMS ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഓഫീസിലെ 10 ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും SMS അയച്ചാൽ ആകെ SMS-കൾ എത്ര? മക്കളെ, 10 ആളുകൾ പരസ്പരം SMS അയച്ചാൽ എത്ര SMS എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ എങ്ങനെ ആലോചിച്ചേ? 10 പേരിൽ ഒന്നാമനാണ് ഞാനെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള 9 പേർക്ക് SMS അയക്കും. ആണോ? യെസ്. രണ്ടാമത്തെ ആള് അയാളുടെ കൂടെയുള്ള 9 പേർക്ക് SMS അയക്കും. മൂന്നാമത്തെ ആള് അയാളുടെ കൂടെയുള്ള 9 പേർക്ക് SMS അയക്കും. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, 10 പേരിൽ ഓരോരുത്തരും കൂടെയുള്ള 9 പേർക്ക് വീതം SMS അയക്കും. അപ്പൊ ആകെ SMS-കളുടെ എണ്ണം നമുക്ക് 90 എന്നാണ് കിട്ടുന്നത്, അല്ലേ? 10 ആളുകൾ പരസ്പരം SMS അയച്ചാൽ ആകെ SMS-കൾ എത്ര എന്നല്ലേ ചോദ്യം? ആണോ? 10 ആളുകൾ പരസ്പരം SMS അയച്ചാൽ ആകെ SMS-കൾ എത്ര എന്നല്ലേ ചോദ്യം? മക്കളെ, 10 പേരിൽ ഒന്നാമൻ കൂടെയുള്ള 9 പേർക്ക് അയക്കും. രണ്ടാമനും കൂടെയുള്ള 9 പേർക്ക് അയക്കും. മൂന്നാമനും കൂടെയുള്ള 9 പേർക്ക് അയക്കും. നാലാമനും കൂടെയുള്ള 9 പേർക്ക് അയക്കും. അങ്ങനെ 10 പേരിൽ ഓരോരുത്തരും 9 പേർക്ക് വീതം SMS അയക്കും. അപ്പൊ ആകെ SMS-കളുടെ എണ്ണം 10 × 9 90 എന്നെടുക്കാം. ഇനി ഇതാണ് അതിന്റെ ലോജിക്ക്. അങ്ങനെയാണെങ്കിലേ 5 ആളുകൾ പരസ്പരം SMS അയച്ചാൽ എത്ര SMS ഉണ്ടെന്നറിയാൻ 5 പേരിൽ ഓരോരുത്തരും 4 പേർക്ക് വീതം SMS അയക്കില്ലേ? അപ്പൊ ആകെ SMS-കളുടെ എണ്ണം 5 × 4 20 എന്നല്ലേ കിട്ടുന്നത്? അപ്പൊ 8 ആളുകൾ പരസ്പരം SMS അയച്ചാൽ എത്ര SMS ഉണ്ടെന്നറിയാൻ 8 പേരിൽ ഓരോരുത്തരും 7 പേർക്ക് വീതം SMS അയക്കില്ലേ? അപ്പൊ 7 8 56 SMS അല്ലേ ആകെ വരുന്നേ? അങ്ങനെയെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റൂലോ, n ആളുകൾ പരസ്പരം SMS അയച്ചാൽ എത്ര SMS ഉണ്ടെന്നറിയാൻ n × n-1 ആണ് ഇക്വേഷൻ. ആണോ? അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചോണം മക്കളെ. നമ്പർ ഓഫ് SMS-കളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ എന്താണ് ഇക്വേഷൻ? n × n-1. കണ്ടോ? 10 ആളുകൾ പരസ്പരം SMS അയച്ചാൽ ആകെ എത്ര SMS ഉണ്ടെന്നറിയാൻ 10 × 9. 5 ആളുകൾ പരസ്പരം SMS അയച്ചാൽ എത്ര SMS ഉണ്ടെന്നറിയാൻ 5 × 4. 8 ആളുകൾ പരസ്പരം SMS അയച്ചാൽ എത്ര SMS ഉണ്ടെന്നറിയാൻ 8 × 7. അപ്പൊ n ആളുകൾ പരസ്പരം SMS അയച്ചാൽ എത്ര SMS ഉണ്ടെന്നറിയാൻ n × n-1. ലോജിക്ക് മനസ്സിലായോ? അപ്പൊ നമ്പർ ഓഫ് SMS കാണാനുള്ള ഇക്വേഷൻ n × n-1 ആണ്. അതൊന്ന് ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതി വെച്ചോ. ലോജിക്ക് വെച്ച് ചെയ്യാം, ഇക്വേഷൻ വെച്ചും ചെയ്യാം. ഇക്വേഷൻ അറിഞ്ഞിരുന്ന നല്ലതാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതേപോലെ തന്നെ ചോദിക്കാം, 10 ആളുകൾ പരസ്പരം ഇൻവിറ്റേഷൻ കാർഡുകൾ സെൻഡ് ചെയ്താൽ ആകെ ഇൻവിറ്റേഷൻ കാർഡുകൾ എത്ര? അല്ലേ? 10 പേരിൽ ഓരോരുത്തരും 9 പേർക്ക് വീതം കൊടുക്കും, അല്ലേ? അപ്പൊ ആകെ 10 × 9 90. അപ്പൊ ഇൻവിറ്റേഷൻ കാർഡുകൾ സെൻഡ് ചെയ്താൽ ആകെ എത്ര ഇൻവിറ്റേഷൻ കാർഡുകൾ എന്ന് ചോദിച്ചാലും ഇക്വേഷൻ n × n-1 ആണ്. ഇനി 10 ആളുകൾ പരസ്പരം സമ്മാന പൊതികൾ കൈമാറി എങ്കിൽ ആകെ എത്ര സമ്മാന പൊതികൾ എന്ന് ചോദിച്ചാലും n × n-1 ആണ്. കാരണം ഒന്നാമൻ കൂടെയുള്ള 9 പേർക്ക് കൊടുക്കും, രണ്ടാമൻ കൂടെയുള്ള 9 പേർക്ക് കൊടുക്കും, മൂന്നാമൻ കൂടെയുള്ള 9 പേർക്ക് കൊടുക്കും. അപ്പൊ n × n-1 തന്നെയാണ് ഇക്വേഷൻ. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഒരു മീറ്റിംഗിൽ 10 ആളുകൾ പങ്കെടുക്കുന്നു. അവർ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ ആകെ ഹസ്തദാനങ്ങൾ എത്ര? SMS-ഉം ഹസ്തദാനവും തമ്മിൽ ബന്ധമുണ്ടോ?
രണ്ട് സെയിം ആണോ മക്കളെ? ഇങ്ങനെ ആലോചിക്കണേ. രണ്ട് പേര് തമ്മിൽ SMS അയച്ചാൽ രണ്ട് SMS വരും, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. ക്ലിയർ ആണോ? എന്നാൽ രണ്ട് പേര് തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ ഒരു ഷെയ്ക്ക് ഹാൻഡേ ഉള്ളൂ. ശരിയല്ലേ? രണ്ട് പേര് തമ്മിൽ SMS അയക്കുമ്പോൾ ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും, രണ്ട് SMS. പക്ഷെ രണ്ടുപേര് തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ അത് ഒറ്റ ഷെയ്ക്ക് ഹാൻഡ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ SMS-കളുടെ എണ്ണം എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം. SMS-കളുടെ എണ്ണം കാണാൻ n×n-1 എന്നല്ലേ പഠിച്ചേ? അപ്പം നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് ഹസ്തദാനങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് ഹസ്തദാനങ്ങളുടെ എണ്ണം n×n-1 ഡിവൈഡഡ് ബൈ 2 ആണ് ഇക്വേഷൻ. നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് ഹസ്തദാനങ്ങളുടെ എണ്ണം കാണാൻ ഇക്വേഷൻ n×n-1/2. അതായത് SMS-കൾ എത്ര എണ്ണം കാണുമോ അതിന്റെ പകുതിയെ കാണുള്ളൂ ഷെയ്ക്ക് ഹാൻഡ്. പറഞ്ഞ മനസ്സിലായോ? കാരണം രണ്ടാളുകൾ തമ്മിൽ SMS അയച്ചാൽ രണ്ട് SMS വരും, എന്നാൽ രണ്ടാളുകൾ തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ ഒരു ഷെയ്ക്ക് ഹാൻഡേ വരത്തുള്ളൂ. അപ്പൊ SMS-കൾ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ഒരു മീറ്റിംഗിൽ 10 ആളുകൾ പങ്കെടുത്തു, അവർ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ എത്ര ഹസ്തദാനങ്ങളുണ്ട്, ഷെയ്ക്ക് ഹാൻഡുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇക്വേഷൻ n×n-1/2, 10×9/2 ആണ് ആൻസർ. അതായത് 45 അപ്പൊ SMS-കളുടെ എണ്ണത്തിന്റെ പകുതിയായിരിക്കും എപ്പോഴും ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം. മറക്കരുത്, SMS-കളുടെ എണ്ണത്തിന്റെ പകുതിയായിരിക്കും എപ്പോഴും ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം എന്ന് മനസ്സിലാക്കുക കേട്ടോ. കാരണം രണ്ടുപേര് തമ്മിൽ നടത്തുന്നതിന്റെ റിസൾട്ട് 2 ആണെങ്കിൽ SMS പോലെ വരും, രണ്ടുപേര് തമ്മിൽ നടത്തുന്നതിന്റെ റിസൾട്ട് 1 ആണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് പോലെ വരും. അപ്പൊ n×n-1/2 യൂസ് ചെയ്യണം. SMS പോലെയാണെങ്കിൽ n×n-1 യൂസ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിൽ 26 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര? 26 കുട്ടികൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം. ഓക്കെ മക്കളെ, നമുക്കറിയാം ഹസ്തദാനങ്ങളുടെ എണ്ണം കാണാൻ ഇക്വേഷൻ n×n-1/2 ആണോ? സോ എന്ന് പറഞ്ഞാൽ 26 ആണ്, n-1 എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 2 നമ്മുടെ ഉത്തരം. ഇതും വെട്ടിപ്പോയി 13×25 എന്ന് വരും. നമ്മുടെ ആൻസർ 13×25 നമുക്ക് കിട്ടുന്നത് 325 എന്നാണ്. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം എങ്ങനെ കാണും? n×n-1/2 ആണോ? SMS-കളുടെ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡുകളുടെ അല്ലെങ്കിൽ സമ്മാന പൊതികളുടെ എണ്ണം എങ്ങനെ കാണും? n×n-1. ഓക്കെ അല്ലേ? 10 പേര് പരസ്പരം ഹസ്തദാനം കൊടുത്തു. ഇപ്പൊ ഈ ചോദ്യത്തിൽ 26 ആളുകൾ പരസ്പരം ഹസ്തദാനം കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്തദാനം കൊടുത്തു എന്നാണ് അർത്ഥം. കേൾക്കുന്നുണ്ടോ? യെസ്. അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോവാം. ഒരു മീറ്റിംഗിൽ പങ്കെടുത്തവർ പരസ്പരം ഹസ്തദാനം നടത്തുന്നു. ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം 66 ആയാൽ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ എണ്ണം, ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്, പങ്കെടുത്തവരുടെ എണ്ണം കാണണം. ചോദ്യം നമുക്കറിയാം n×n-1/2 ആണ് ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിന്റെ ഉത്തരവാണ് 66 എന്ന് തന്നേക്കുന്നത് ആണോ? അപ്പൊ n×n-1/2 എന്നുള്ളതാണ് ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ. ഇതിന്റെ ഉത്തരവാണ് 66 തന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ n×n-1 = 2 ഇങ്ങോട്ട് പോകും. 66 × 2 132 എന്ന് വരും അല്ലേ? ഇതിൽ n ആണ് ആളുകളുടെ എണ്ണം. n കണ്ടുപിടിച്ച ഉത്തരവായി. ശരിയാണോ മക്കളെ? അപ്പം നമുക്ക് ഓപ്ഷനിൽ നിന്ന് n എടുത്ത് ചെയ്യാം. അതായത് 10 n കൊടുത്താൽ 10×9 132 വരുമോ? ഇല്ല. n 11 കൊടുത്താൽ 11×10 132 വരുമോ? ഇല്ല.
n 12 എന്ന് കൊടുത്താൽ 12 × 11 132 വരുമോ? വരും. 132 11 × 11. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് n-ന്റെ വില 12 എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം n, അത് എത്രയാണ്? 12 കിട്ടും. ആളുകളുടെ എണ്ണം 12. ചെയ്ത് മനസ്സിലായോ? n × n-1/2 ആണ് ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം 66 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n × n-1/2 വിലയാണ് 66. അതിൽ നിന്ന് n × n-1 കിട്ടും. 2 × 66 132. അപ്പോൾ ഒരു സംഖ്യയും അതിൽ നിന്ന് 1 കുറയ്ക്കുന്ന സംഖ്യ ഇങ്ങനെ ഗുണിക്കുമ്പോൾ 132 കിട്ടണം. അപ്പോൾ n കാണണം. ഓപ്ഷനിൽ n 10 തന്നിട്ടുണ്ട്. നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ 10 × 9 132 വരുന്നില്ല. ഓപ്ഷൻ ഡിയിൽ 11 തരുന്നുണ്ട്. 11 × 10 132 വരില്ല. ഓപ്ഷൻ സി 12 തരുന്നുണ്ട്. 12 × 11 132 വരുന്നുണ്ട്. അപ്പോൾ n-ന്റെ വില 12 എന്നെടുത്താലേ ഉത്തരം കറക്റ്റ് ആവുള്ളൂ. മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, ഒരു ചടങ്ങിൽ വെച്ച് 2 വോളിബോൾ ടീം അംഗങ്ങളായ 6 ആളുകൾ വീതം പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം. ഇതൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പം എല്ലാവരും n × n-1/2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ഉത്തരം തെറ്റിച്ച് കളഞ്ഞു. ഇത് മത്സരങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താ അതിൽ ഉദ്ദേശിക്കുന്നതെന്നറിയാമോ മക്കളെ? നമുക്കറിയാം ഈ മത്സരങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഒരു ടീമിലെ അംഗങ്ങൾ ഇങ്ങനെ നിൽക്കും അല്ലേ? എത്ര പേര്? ഇത് വോളിബോൾ ആയതുകൊണ്ട് 6 പേര്. എന്നിട്ട് എതിർ ടീമിലെ 6 പേര് സൈഡിൽ നിന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു പോകും. ഓർക്കുന്നുണ്ടോ മക്കളെ? അതായത് ഒരു ടീമിലെ അംഗങ്ങൾ ഒരു സൈഡിലും എതിർ ടീമിലെ അംഗങ്ങൾ എതിർ സൈഡിൽ നിന്നിട്ട് അവർ പരസ്പരം ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. നമ്മൾ ഫുട്ബോളിൻ്റെ തുടക്കത്തിലും ക്രിക്കറ്റിൻ്റെ തുടക്കത്തിലൊക്കെ കാണാറില്ല ഇങ്ങനെ അല്ലേ? അപ്പോൾ ഇവിടെ ഈ 6 മാറും 12 പേര് കാര്യം പറഞ്ഞാൽ അവിടെ ഉണ്ട്. ഓരോ ടീമിലെ 6 പേര് വീതം. പക്ഷേ ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല. ഒരു ടീമിലെ അംഗങ്ങൾ എതിർ ടീം അംഗങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ, സ്വന്തം ടീമിൽ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഗെയിമുകൾ തന്നിട്ട് എത്ര ഷെയ്ക്ക് ഹാൻഡുകൾ എണ്ണം ആകെ ഉണ്ടെന്ന് ചോദിച്ചാൽ n × n-1/2 യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊണ്ട് ഈ ഒന്നാമത്തെ ആള് ഇയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, ഇയാൾക്ക്. അപ്പോൾ ഒന്നാമത്തെ ആള് 6 ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഇതുപോലെ രണ്ടാമനും ഇയാൾക്ക് കൊടുക്കും, ഇങ്ങനെ കൊടുക്കും. രണ്ടാമത്തെ ആളും 6 ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. മൂന്നാമനും 6 ഷെയ്ക്ക് ഹാൻഡ്, നാലാമനും 6, അഞ്ചാമനും 6, ആറാമനും 6. അപ്പോൾ 6 പേരിൽ ഓരോരുത്തരും 6 ഷെയ്ക്ക് ഹാൻഡ് വീതം കൊടുക്കുമ്പം 6 36 ഷെയ്ക്ക് ഹാൻഡുകളാണ് ആകെ വരുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പം മത്സരങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാതെ n × n-1/2 എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അത് കുറേ ആളുകൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് പറയുമ്പോഴാണ്. ഇത് ഒരു ടീം അംഗങ്ങൾ എതിർ ടീം അംഗങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നമുക്കറിയാം 6 പേരിൽ ഓരോരുത്തരും എതിർ ടീമിലെ 6 പേർക്കും കൊടുക്കും. അപ്പോൾ 6 × 6 36 ഷെയ്ക്ക് ഹാൻഡ് ആകെ ഉണ്ടാകുന്നത്. അതിനൊരു ഇക്വേഷനായിട്ട് പഠിക്കണമെങ്കിൽ ഇത്തരം ചോദ്യങ്ങളിൽ ഇക്വേഷൻ n² ആണെന്ന് പഠിച്ചു വെക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം. ഇവിടെ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം 6, 6ന്റെ സ്ക്വയർ 36. അപ്പോൾ മത്സരങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് പറയുമ്പം ഇത്തരത്തിലാണ് എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കണം. കേൾക്കുന്നുണ്ടോ? മത്സരങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് പറയുമ്പം ഇത്തരത്തിൽ എടുത്ത് വേണം കണക്ക് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ? അപ്പം ഒന്ന് ഓർക്കുക, SMS-കളുടെ എണ്ണം കാണാൻ ചോദിച്ചാലും സമ്മാന പൊതികളുടെ എണ്ണം കാണാൻ ചോദിച്ചാലും ഇൻവിറ്റേഷൻ കാർഡുകളുടെ എണ്ണം കാണാൻ ചോദിച്ചാലൊക്കെ n × n-1 ആണോ? ഇനി ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ n × n-1/2. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ ആകെ എത്ര ഷെയ്ക്ക് ഹാൻഡ് കണ്ടുപിടിക്കാനാണ്. ഇനി മത്സരങ്ങൾക്ക് ഗെയിമുകൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ ആകെ എത്ര ഷെയ്ക്ക് ഹാൻഡ് എന്ന് ചോദിച്ചാൽ n² ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മക്കളെ, ഈ ചാപ്റ്ററിന് നമുക്ക് ഒരു പാർട്ട് വീഡിയോയും കൂടെ ഉണ്ട്. ഒരു മൂന്നാമത്തെ പാർട്ടോട് കൂടെ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പം ഇതിന്റെ ബാക്കി കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസും കൂടെ ആയിട്ട് മൂന്നാമത്തെ പാർട്ട് വീഡിയോയിൽ കാണാം. ഇപ്പൊ തൽക്കാലത്തിന് ഒരു ടാറ്റ.